പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കള്ളക്കുറുക്കനുണ്ടായിരുന്നു. ഒരു ദിവസം കുറുക്കന് ഭയങ്കരമായിട്ട് വിശന്നു. എന്നാൽ അതിന് ആഹാരം ഒന്നും കിട്ടിയില്ല. അപ്പം ഈ കുറുക്കൻ എന്ത് ചെയ്തു? രാത്രി ആയപ്പോഴേക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ആഹാരം തേടി പോയി. അങ്ങനെ നടന്ന് അവനൊരു വീട്ടിലെത്തി. അവിടെ അവനൊരു കോഴിക്കൂട് കണ്ടു. അതിനകത്ത് കിടക്കുന്ന കോഴികളെയൊക്കെ കണ്ടപ്പോഴേക്കും കുറുക്കന് വായ്ക്കകത്ത് വെള്ളം വന്നു. ആ വീട്ടിൽ 2 പട്ടികളുണ്ടായിരുന്നു. അപ്പം കോഴിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ കുറുക്കനെ ഈ പട്ടികൾ കണ്ടു. ആ പട്ടികൾ കുരച്ചുകൊണ്ട് കുറുക്കനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. പട്ടികളെ കണ്ട് പേടിച്ച് ഈ കുറുക്കന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി. അങ്ങനെ ഓടുന്ന വഴിക്ക് അവനൊരു ബക്കറ്റിൽ തട്ടി വീണു. ആ ബക്കറ്റിൽ എന്തായിരുന്നെന്നോ, അതിൽ നിറച്ച് നീല ചായമായിരുന്നു. ഈ ബക്കറ്റ് മറിഞ്ഞ് കുറുക്കൻ്റെ ദേഹത്തേക്ക് ഈ നീലച്ചായ മുഴുവനും അങ്ങ് വീണു. അങ്ങനെ കുറുക്കൻ്റെ ദേഹം മുഴുവൻ നീല കളറായിട്ട് മാറി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി കാട്ടിലേക്ക് തിരിച്ചു പോന്നു. കാട്ടിലെ മൃഗങ്ങൾ ഈ കുറുക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് പേടിച്ചു പോയി. കാരണം അവനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്കനാണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പം ദേഹം മുഴുവൻ നീല കളറല്ലേ. മൃഗങ്ങൾ പരസ്പരം പറഞ്ഞു, ഇത് നമുക്ക് പരിചയമില്ലാത്ത ഏതോ മൃഗമാണ്, അതിൻ്റെ അടുത്തേക്ക് പോകണ്ടെന്ന്. അപ്പം ഇതെല്ലാം കുറുക്കന് മനസ്സിലായി. കുറുക്കൻ എന്ത് ചെയ്തു? അവരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഭീകരജീവിയൊന്നും അല്ല. ഈ കാട്ടിൽ ഒരു നല്ല രാജാവില്ല, അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ച രാജാവാണ് ഞാൻ. ഇതെല്ലാം കേട്ടപ്പോഴേക്കും മൃഗങ്ങൾ അതെല്ലാം അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ഈ കുറുക്കൻ എന്ത് ചെയ്തു? ഓരോ മൃഗങ്ങൾക്ക് ഓരോരോ ജോലി കൊടുത്തു. മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിച്ച് സുഖമായി രാജാവായിട്ട് അങ്ങ് ഇരിക്കാമെന്നാണ് കുറുക്കൻ വിചാരിച്ചത്. അടുത്ത ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് കുറുക്കൻ ഈ മൃഗങ്ങളുടെ എല്ലാം കൂടെ കൂട്ടത്തിൽ ഇരിക്കുവാണ്. അപ്പോഴാണ് കുറുക്കന്മാർ ഓരിയിടുന്നതും കേട്ടത്. ഇത് കേട്ടപ്പോൾ കുറുക്കന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ എന്ത് ചെയ്തു? എല്ലാം മറന്നങ്ങ് ഓരിയിട്ടു. അപ്പം ഇത് കേട്ട മൃഗങ്ങളെല്ലാം അമ്പരന്ന് പോയി. അവരെല്ലാം അപ്പോൾ വിചാരിച്ച്, ഇത് നമ്മുടെ ആ പഴയ കള്ളക്കുറുക്കൻ തന്നെയാണല്ലോ, അവൻ നമ്മളെ അപ്പോൾ പറ്റിക്കുമായിരുന്നല്ലേ. കുറുക്കനോട് ഈ മൃഗങ്ങൾക്കെല്ലാം അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു. കുറുക്കന് മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇവരെല്ലാം കൂടെ എന്നെ ശരിയാക്കും. അപ്പം അവൻ പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. എന്നാൽ ഈ മൃഗങ്ങളെല്ലാം കൂടെ അവനെ പിടിച്ച് നല്ല അടി കൊടുത്തു. അടി കൊണ്ട കുറുക്കൻ അവിടെ നിന്ന് അയ്യോ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി. പിന്നെ ആ കുറുക്കനെ ആരും ആ കാട്ടിൽ കണ്ടിട്ടില്ല.